നമസ്കാരം. വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ചേർത്തലയിലെ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിൽ പൊട്ടിത്തെറി. ചേർത്തലയിലെ കോൺഗ്രസ് കൗൺസിലർ ബാബു മുള്ളഞ്ചിറ പാർട്ടി വിട്ടു. 28-ാം വാർഡിൽ ഇടത് സ്ഥാനാർത്ഥിയാകും. സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തിയാണ് പാർട്ടി വിടാൻ കാരണം. നിലവിൽ 26-ാം വാർഡ് കൗൺസിലറാണ് ബാബു മുള്ളഞ്ചിറ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമല്ല, ആ നഗരസഭയിലെ എല്ലാ ജനങ്ങളുടെയാണ്. അപ്പം നഗരസഭ എടുക്കുന്ന തീരുമാനത്തിനോടൊപ്പം നിൽക്കുമ്പോഴും പക്ഷപാതം കാണിക്കാതെ കാര്യങ്ങൾക്ക് സഹായം ചെയ്തു കൊടുക്കുക. ഭരണകൂടം എടുക്കുന്ന തീരുമാനം ജനത്തിന് പറ്റുന്നതാണെങ്കിൽ അതിനോടൊപ്പം നിൽക്കണം, തിരുത്തിക്കേണ്ടതാണെങ്കിൽ തിരുത്താൻ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ രാഷ്ട്രീയപരമായിട്ട് ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഇത് നമുക്ക് പദവി. ജനം തിരഞ്ഞെടുത്തിരിക്കുന്ന 5 വർഷം ആ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്. അപ്പോൾ തീർച്ചയായും ഞാൻ 10 വർഷം കൗൺസിലറായിരുന്നു. ആ 10 വർഷം ഞാൻ ഏത് ഭാഗത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടോ ആ ജനങ്ങളുടെ പ്രയോജനത്തിന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. 2015-20 കാലഘട്ടത്തിൽ വെള്ളപ്പൊക്കം വന്നു, കോവിഡ് വന്നു. 20-25 കാലഘട്ടത്തിൽ കോവിഡ് വന്നു. ആ സമയത്തെല്ലാം നമ്മൾ സജീവമായിട്ട് വാർഡിലുണ്ടായിരുന്നു, ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു പക്ഷപാതം കാണിക്കുകയില്ല. ജനങ്ങളോടൊപ്പമാണ് എൻ്റെ ജീവിതം. അവരാണ് എൻ്റെ എനർജി. ഞാൻ അവരോടൊപ്പം ഒന്നും ഉണ്ടായിരിക്കും. സ്ഥാനാർത്ഥി നിർണയത്തിലെ അവഗണനയെ തുടർന്നാണ് ബാബു മുള്ളഞ്ചിറ പതിറ്റാണ്ടുകൾ നീണ്ട കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയായ ബാബു മുള്ളഞ്ചിറ 10 വർഷമായി നഗരസഭാ കൗൺസിലറാണ്. ചേർത്തലയിലെ CPM ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തിയ ബാബു മുള്ളഞ്ചിറയെ നേതാക്കളായ അഡ്വക്കേറ്റ് കെ പ്രസാദ്, അഡ്വക്കേറ്റ് AM മാരിഫ്, B വിനോദ്, NR ബാബുരാജ്, AS സാബു, P ഷാജിമോഹൻ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. അദ്ദേഹത്തെ സഹർഷം നമ്മുടെ കുടുംബത്തിലോട്ട് സ്വാഗതം ചെയ്യുവാൻ ഇവിടെ എല്ലാവരും സന്നിഹിതരായിട്ടുണ്ട്. സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം യാതൊരു സംശയവും വേണ്ട, നമ്മുടെ നഗരത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് സാമാജിക നിലയിലും നഗരസഭയുടെ ഭരണകർത്താവ് എന്ന നിലയിലുമൊക്കെ ഭംഗിയായി ദീർഘകാലം നമ്മുടെ ഈ നഗരത്തിൽ സാമൂഹ്യ സേവന രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ശുചിത്വ ചേർത്തല പടുത്തുയർത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ സമിതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സജീവമായ നേതൃത്വം വഹിക്കുവാൻ തയ്യാറായിട്ടുണ്ട്. ചേലുത്ത ചേർത്തല അർത്ഥവത്താക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളടക്കം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യവും നേതൃത്വം വഹിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ തുടർന്നും ദീർഘകാലം നമുക്ക് ലഭ്യമാകും എന്ന കാര്യം ഉറപ്പു പറഞ്ഞുകൊണ്ട് നാളെ നോമിനേഷൻ സമർപ്പിക്കുന്ന അദ്ദേഹത്തിന് എല്ലാവിധമായ വിജയ ഭാവുകങ്ങളും നേരുകയാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും പ്രിയങ്കരനായ സ്വീകാര്യനായ ഒരു നഗരസഭാ കൗൺസിലറാണ് ശ്രീ ബാബു മുള്ളഞ്ചിറ. അദ്ദേഹം കോൺഗ്രസിൻ്റെ വിവിധ ചുമതലകൾ ബ്ലോക്ക് സെക്രട്ടറിയായും അതുപോലെ തന്നെ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡൻ്റായും അതുപോലെ തന്നെ മറ്റ് ചുമതലകളെല്ലാം അദ്ദേഹം വഹിക്കുമ്പോൾ തന്നെ എല്ലാ പൊതുപരിപാടികളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന നമ്മുടെ മുനിസിപ്പൽ ഹാളിൻ്റെ പരിപാടി, അതുപോലെ പാലത്തിൻ്റെ ഉദ്ഘാടനം എന്ന് വേണ്ട എല്ലാത്തിലും അദ്ദേഹം, അതാണ് ഒരു വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചും എല്ലാവരുമായി സഹകരിച്ചു പോകുന്ന അദ്ദേഹത്തിൻ്റെ സവിശേഷത പ്രത്യേകം അഭിനന്ദനാർഹമാണ്. തീർച്ചയായും അദ്ദേഹം എടുത്തിരിക്കുന്ന ഈ നിലപാട്, ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഈ നിലപാട്, അത് ഇടതുപക്ഷത്തിന് മാത്രമല്ല സമൂഹത്തിനാകെ എല്ലാവർക്കും ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തിയെ കൂടുതൽ പ്രസക്തമാക്കുകയും അതോടൊപ്പം തന്നെ നഗരത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ വലിയ സംഭാവന ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഈ നിലപാടിന്, അദ്ദേഹത്തിൻ്റെ ഈ വരവിനെ ഞങ്ങൾ അങ്ങേയറ്റം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. 28-ാം വാർഡിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. നിലവിൽ 26-ാം വാർഡിൽ നിന്നുള്ള കോൺഗ്രസ് കൗൺസിലറാണ് മുതിർന്ന നേതാവായ ബാബു മുള്ളഞ്ചിറ. പതിറ്റാണ്ടുകൾ നീണ്ട കോൺഗ്രസ് ബന്ധം അവസാനിപ്പിച്ച് സിറ്റിംഗ് കൗൺസിലർ കൂടിയായ ബാബു മുള്ളഞ്ചിറ
ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കോൺഗ്രസിനും UDFനും കനത്ത പ്രഹരമാണ്. വിൻമീഡിയ, ചേർത്തല.